പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ലിജി, എൻ്റെ മകളുടെ പേര് മേരിമോൾ ജെയ്സൺ. ഞങ്ങൾ തൃശ്ശൂർ താമസിക്കുന്നു, അരനാട്ടുകര ഇടവക. എൻ്റെ മകൾക്ക് 2.5 വയസ്സുള്ളപ്പോൾ കഫക്കെട്ടും ചുമയും വന്ന് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു. ഞങ്ങൾ ഷാർജയിലാണ് അന്ന് താമസിച്ചിരുന്നത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവൾക്ക് നെബുലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. ഇവിടുത്തെ ക്ലൈമറ്റായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ എൻ്റെ മകൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ പല ഡോക്ടറെ കാണിച്ചെങ്കിലും അവൾക്ക് രോഗത്തിനൊരു ആശ്വാസം ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്രാർത്ഥന ഗ്രൂപ്പിൻ്റെ ലിങ്ക് എനിക്ക് ലഭിക്കുന്നത്. ഈ ഗ്രൂപ്പിനോട് ചേർന്ന് പ്രാർത്ഥിച്ചു. ബിന്ദു സിസ്റ്ററിനോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടു. സിസ്റ്റർ 3 വചനം തന്നു. ആ വചനം വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാനിവിടെ ഒരു ഹോമിയോനെ കാണിച്ചു. ആ ഡോക്ടർ പറഞ്ഞ ആസ്മയാണ്, ഇത് മാറാൻ ഒരു സാഹചര്യമില്ല, ഇത് മാറിപ്പോവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആളുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അതിനവൾക്ക് വാട്ടർ കണ്ടന്റ്, ഫ്രൂട്ട്സും, അയില, ചെമ്മീൻ, കൊക്കോ, മിൽക്ക് ഈ ഐറ്റംസ് ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഞാൻ വെക്കേഷൻ അമ്മാനിൽ ചെന്നു. അവിടെ ഇത് വചനം വെച്ച് പ്രാർത്ഥിച്ചു. ഇവളെ പോലെയുള്ള അനേകം മക്കളെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം ബിന്ദു സിസ്റ്റർ സന്ദേശം പറഞ്ഞു, ശ്വാസം മുട്ട് അനുഭവിക്കുന്ന ഒരു കുഞ്ഞിന് സൗഖ്യം ലഭിക്കുന്നതെന്ന്. ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. പിന്നീട് രണ്ടാമതും ഇത് സന്ദേശം പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, എൻ്റെ മകൾക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല, അവള് എല്ലാ ഫുഡും കഴിക്കുന്നുണ്ടല്ലോ. ഞാനങ്ങനെ ഈ ഗ്രൂപ്പിൽ സാക്ഷ്യപ്പെടുത്തി. ഇപ്പോൾ 2.5 വർഷമായി അവൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അവളെല്ലാ ഫുഡും കഴിക്കുന്നുണ്ട്, മെഡിസിനൊന്നും എടുക്കുന്നില്ല. ഈശോയ്ക്ക് ഈ ഗ്രൂപ്പിലൂടെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. നിങ്ങൾക്കും ഈ പ്രാർത്ഥന ലിങ്കിൽ കയറി ഈശോയുടെ അനുഗ്രഹം പ്രാപിക്കാം. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം എഫെസോസുകാർക്ക് വിശുദ്ധ പൗലോസിൽ എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 വാക്യം. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. 28-ാം വാക്യം. ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരം എന്നതുപോലെ സ്നേഹിക്കുകയും വേണം. കുടുംബ ജീവിതത്തെ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ ആ സമൂഹം വളരും, രാജ്യം നന്നാവും. സാത്താൻ ഏറ്റവും ടാർജറ്റ് ഇടുക കുടുംബം നശിപ്പിക്കാനാണ്. പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ തകർച്ച എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം നഷ്ടപ്പെടുമ്പോൾ കുടുംബത്തിൻ്റെ തകർച്ച ആരംഭിക്കും. അവിടെ സമൂഹത്തിൻ്റെ തകർച്ച ആരംഭിക്കും, അവിടെ രാഷ്ട്രത്തിൻ്റെ തകർച്ച ആരംഭിക്കും. ഏറ്റവും കൂടുതൽ സൂക്ഷിക്കപ്പെടേണ്ട ഒന്നാണ് ദാമ്പത്യം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം. നിങ്ങൾ നോക്കണം, നമ്മുടെ കുടുംബത്ത് നമ്മൾ വിവാഹം കഴിച്ചു, ഇതാ വളരെ സ്നേഹത്തിലായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് സാത്താൻ നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നതിൻ്റെ ആ ഒരു സ്നേഹത്തോടെ കഴിയുന്ന അപ്പൻ, സ്നേഹത്തോടെ കഴിയുന്ന അമ്മ, സ്നേഹത്തോടെ അതിൻ്റെ ആ അപ്പനമ്മയുടെ സ്നേഹത്തിൻ്റെ സന്തോഷം അനുഭവിച്ച് വളരുന്ന മക്കൾ, ആ ഒരു സന്തോഷം തകർക്കാൻ സാത്താൻ നിങ്ങളുടെ കുടുംബത്തിൽ കയറിയിട്ടുള്ളതിൻ്റെ ലക്ഷണമാണ് നിങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്തുന്നത്. പരസ്പരം കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം സാത്താൻ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു കാലെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത കാലും കൂടി എടുത്തു വെച്ചാൽ നിങ്ങളുടെ പണി തീരും. ഒരു കുടുംബത്തിൻ്റെ അനുഗ്രഹം, അവരുടെ സാമ്പത്തിക അനുഗ്രഹം, അവരുടെ മക്കളുടെ അനുഗ്രഹം, മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ എല്ലാം പ്രോസ്പെരിറ്റിയും ഇരിക്കുന്നത് മാതാപിതാക്കളുടെ ആ സ്നേഹത്തിലും വിശുദ്ധിയിലുമാണ്. കുടുംബത്തിൻ്റെ അനുഗ്രഹം, സാമ്പത്തിക അനുഗ്രഹം, മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ ജീവിതം, ഇതെല്ലാം ഇരിക്കുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിശുദ്ധിയിലും സ്നേഹത്തിലുമാണ്. വിശുദ്ധിയിലും സ്നേഹത്തിലും 2 കാര്യം. ഇതാരംഭിക്കുന്നത്, ഇത് സാത്താൻ ഒരു കാല് നമ്മുടെ കുടുംബത്തിലേക്ക് എടുത്തു വെച്ചു എന്നതിൻ്റെ അടയാളമാണ്. നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങും, കുറ്റം ആരംഭിക്കാൻ തുടങ്ങും. അത് എന്ന് നമ്മൾ കുറ്റപ്പെടുത്തുന്ന അറിയാമോ? നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, ഓരോ കുടുംബവും മാതാപിതാക്കൾ വിശുദ്ധരാണെങ്കിൽ അവരുടെ മക്കൾ തീർച്ചയായും 100% വിശുദ്ധമാകും, 100% അനുഗ്രഹിക്കപ്പെടും. ആർക്കെങ്കിലും ഇതിന് അല്ല എന്ന് പറയാൻ പറ്റുമോ? മാതാപിതാക്കൾ, ഒരു കുടുംബത്തെ ഭാര്യ ഭർത്താവ് അവർ വിശുദ്ധരാണെങ്കിൽ അവരുടെ മക്കൾ വിശുദ്ധരാകും. നിങ്ങളിൽ വരാത്ത ഒരു തിന്മയും നിങ്ങളുടെ മക്കളിലേക്ക് വരികയില്ല. ഇതാണ് പുറപ്പാട് മുതൽ കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം. ഇസ്രായേൽ തിന്മ ചെയ്തിട്ടല്ലാതെ ഇസ്രായേലിന് തിന്മ സംഭവിക്കില്ല.
യൂഥത്തിന്റെ പുസ്തകത്തിൽ ഒളഫർണസിനോട് ആക്കിയോർ പറയുന്ന ഒരു കാര്യമുണ്ട്. ആക്കിയോർ പറയുകയാണ്, ഇസ്രായേൽ തെറ്റ് ചെയ്തിട്ടല്ലാതെ നമുക്ക് അവരെ നശിപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തെറ്റ് ചെയ്തു എന്നറിഞ്ഞാൽ മാത്രമേ അവരോട് യുദ്ധത്തിന് പോകാൻ തീരുമാനിക്കാവൂ. സംഖ്യ 23:23 യാക്കോബെ, നിനക്ക് ആഭിചാരം ഒരിക്കലും ഇസ്രായേലെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല, കാരണം നീ തെറ്റ് ചെയ്തല്ലാതെ നിനക്കത് വരികയില്ല. അതാണ് മാതാപിതാക്കളുടെ വിശുദ്ധിയിലും മാതാപിതാക്കളുടെ സ്നേഹത്തിലുമാണ് കുടുംബത്തിൻ്റെ സകലതും ഇരിക്കുന്നത്. ഒരു വ്യക്തിയുടെ വിവാഹം കഴിഞ്ഞാൽ കർത്താവ് ചെടികളെല്ലാം ഒരുമിച്ച് നട്ടു, എന്നിട്ട് അവിടെ നിന്ന് പറിച്ച് സെപ്പറേറ്റ് നട്ടതുപോലെ ആ കുടുംബത്തിനുള്ള അനുഗ്രഹം പിന്നെ സെപ്പറേറ്റ് ആണ്. അത് ഇത് ശാപം എന്നൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മളുടെ കയ്യിൽ നിന്ന് തെറ്റ് വരാതെ നോക്കണം. ഇനി ആദ്യം പറഞ്ഞതുപോലെ നമ്മളുടെ കുടുംബത്തിലേക്ക് സാത്താൻ ഒരു കാലെടുത്ത് വെച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടയാളം എന്താണെന്നറിയാമോ? നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങും. ഇവിടെ ഇന്ന് കർത്താവ് പറയണം, ഭാര്യമാരെ കർത്താവിനെന്നതുപോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. ഭാര്യമാരെ കർത്താവിനെന്നതുപോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. ഭർത്താവാകട്ടെ സ്വന്തം ശരീരം എന്നതുപോലെ ഭാര്യമാരെ സ്നേഹിക്കുകയും വേണം. പല കുടുംബത്തും ആരംഭിക്കുക കുറ്റപ്പെടുത്തലാണ്. ഇനി ഈ കുറ്റപ്പെടുത്തൽ ആരംഭിക്കും അറിയണം, സാത്താൻ കുടുംബത്തിലേക്ക് ഒരു കാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതെങ്ങനെ വിട്ടുപോകുന്നറിയാമോ? ഒരു ഭാര്യയിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് എന്തെല്ലാം അനുഗ്രഹം വന്നിട്ടുണ്ടെന്ന് നീ മനസ്സിലാക്കി നന്ദി ദൈവത്തിൻ്റെ മുന്നിൽ പറഞ്ഞാൽ വായ തുറക്കില്ല പിന്നെ കുറ്റം പറയാൻ. ഒരു ഭർത്താവിലൂടെ നിൻ്റെ ജീവിതത്തിലേക്ക് എന്തുമാത്രം അനുഗ്രഹം ആ വിവാഹം കഴിഞ്ഞ നിമിഷം മുതൽ നമ്മളൊന്ന് നോക്കിയിട്ട് ദൈവത്തിൻ്റെ മുന്നിൽ ആത്മാർത്ഥമായിട്ട് നന്ദി പറഞ്ഞാൽ പിന്നെ നമ്മുടെ വായിൽ നിന്ന് കുറ്റം പുറത്തേക്ക് വരില്ല. ഇല്ലെങ്കിൽ നമ്മൾ കുറ്റപ്പെടുത്തും. അത് ചെറിയ സംഭവമാണ് നമ്മൾ ചിന്തിക്കരുത്, വലിയ സംഭവമാണ്, വലിയൊരു നാശം. ആ പിശാചിൻ്റെ ആ മിനിസ്ട്രി നമ്മുടെ കുടുംബത്തെ ആരംഭിച്ചു. പരസ്പരം കുറ്റപ്പെടുത്തുക. ഇനി പരസ്പരം കുറ്റപ്പെടുത്തി കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ പിശാച് പറയും, നോക്കിയേ അപ്പുറത്തെ വ്യക്തി കണ്ട് എന്ത് നല്ലതാ, ഇപ്പുറത്തെ വ്യക്തി കണ്ട് എന്ത് നല്ലതാ, അപ്പുറത്തെ വ്യക്തി കണ്ട് എന്ത് നല്ലതാ. വചനമെടുത്ത് അതിനെ നശിപ്പിച്ച് കളയണം. ഇതാൻ്റെ അസ്ഥിയുടെ അസ്ഥി, മാംസത്തിൻ്റെ മാംസം. ഉൽപ്പത്തി 2:23. നിന്റെ കുടുംബത്തിൽ നിന്റെ വിവാഹബന്ധത്തിനെതിരെ വരുന്ന പിശാചിൻ്റെ തല തകർക്കുന്ന വാളെടുത്ത്, വചനമാകുന്ന വാളെടുത്ത് നശിപ്പിച്ച് കളയണം, അല്ലാണ്ട് വെച്ചുകൊണ്ടിരിക്കരുത്. വീണ്ടും പറയാണ്, നിങ്ങളുടെ കുറ്റം പറച്ചിലും സ്നേഹക്കുറവ് എങ്ങനെ മാറുമെന്നറിയാമോ? ആ ഭാര്യയുടെ ഒരു 20 നന്മയെ ഓർത്ത് നന്ദി പറയുക, ഭർത്താവിൻ്റെ 20 നന്മയെ ഓർത്ത് നന്ദി പറയുക. പിന്നെ നിങ്ങൾ വായ തുറന്ന് കുറ്റപ്പെടുത്തില്ല. നമ്മൾ നോക്കണം എത്രമാത്രം അനുഗ്രഹമാണ് നമ്മുടെ ജീവിത പങ്കാളിയിലൂടെ നമുക്ക് വന്നത്. ഒരു ഭർത്താവാണെങ്കിൽ നിങ്ങൾ നോക്കണം എന്തുമാത്രം അധ്വാനിക്കുന്നു, എന്തുമാത്രം സാമ്പത്തികമായിട്ട് സ്രോതസ്സാണ് നമുക്ക് നൽകിയിരിക്കുന്നത്, എന്തുമാത്രം അനുഗ്രഹം, എന്തുമാത്രം സന്തോഷം. അപ്പനും മക്കൾക്കും ആ മക്കളൊക്കെ പൂർണ്ണ സന്തോഷം അനുഭവിക്കുന്നത് അപ്പൻ്റെ അമ്മയുടെ ആ സ്നേഹത്തിലാണ്. ഇനി ഒരു ഭാര്യയാണെങ്കിൽ നോക്കണം, അവൾ എന്തുമാത്രം ജീവിതത്തിൻ്റെ ആരംഭം മുതൽ വേദനയും മക്കളെ വളർത്തലും മക്കളെ ഗർഭം ധരിക്കലും പ്രസവിക്കലും 24 മണിക്കൂർ എന്തെല്ലാം ജോലി ചെയ്യുന്നു. ട്യൂഷൻ ടീച്ചറുടെ ജോലി ചെയ്യുന്നു, ഒരു സർവൻറ്റിൻ്റെ ജോലി ചെയ്യുന്നു, ഭാര്യയുടെ ജോലി ചെയ്യുന്നു, അത് കഴിഞ്ഞ് പുറത്തെ ജോലിയും ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യുന്നു. ഭർത്താവിന് നിങ്ങളിങ്ങനെ നോക്കിയാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കാണാം. എന്നിട്ട് നന്ദി പറയുക, പിന്നെ വായ തുറക്കൂല. തുറന്നാൽ ആരംഭിച്ച നിങ്ങൾ അറിയണം, പിശാചിൻ്റെ മിനിസ്ട്രി കുടുംബത്തെ. നമ്മളിപ്പോൾ പ്രാർത്ഥന എത്തിക്കുമ്പോൾ നമ്മളുടെ പ്രാർത്ഥന നമ്മുടെ കുടുംബത്തെ ആരംഭിച്ചു. അതുപോലെ പിശാചിൻ്റെ ഒരു ഗ്യാങ് അടിച്ചിട്ടുണ്ട് അവിടെ. വായ തുറക്കരുത്. ജീവിത പങ്കാളിക്കെതിരെ വായ തുറക്കരുത്. ജീവിത പങ്കാളി മരിച്ചവരോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, അവരുടെ കണ്ണുനീര് മനസ്സിലാക്കണമെങ്കിൽ അവർ പറയും, ദൈവമേ എൻ്റെ ജീവിത പങ്കാളി ഉണ്ടായപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു. ഭാര്യമാർ പറയും, അയ്യോ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു, എല്ലാ പുറത്തെ കാര്യങ്ങളും അകത്തെ കാര്യങ്ങളും എല്ലാം എന്തൊരു സഹായമായിരുന്നു, ഇപ്പം ഞാൻ വലഞ്ഞു. ഒരു ഭർത്താവ് പറയും, എനിക്ക് ജീവിക്കാൻ വയ്യ. അത് നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ വില നമ്മൾ അറിയുള്ളൂ. അതുവരെ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. കുറ്റപ്പെടുത്തരുത്. കർത്താവ് നമ്മളോട് ഇന്ന് പറയുന്നത്, വചനം നമ്മളോട് പറയുന്നത്, ഏറ്റവും വലിയ അഭിഷേകം ഇരിക്കുന്നത് കുടുംബത്തിലാണ്. കുടുംബത്തിൽ നിന്നാണ് ഒരു മെത്രാനും മാർപ്പാപ്പി രൂപം കൊള്ളുന്നത്, ഒരു സഭയ്ക്ക് അനുഗ്രഹം വരുന്നത്. ഒരു ലോകത്തിന് അനുഗ്രഹമായി വരുന്നതും കുടുംബത്തിൽ നിന്നാണ് ആരംഭം. ലോകത്തിൻ്റെ അനുഗ്രഹം ഇരിക്കുന്നത് കുടുംബത്തിലാണ്. നിങ്ങൾ നോക്കണം, കുടുംബം മാതാപിതാക്കൾ തമ്മിലുള്ള വിശുദ്ധി നഷ്ടപ്പെട്ടാൽ പിന്നെ മക്കളുടെ വിശുദ്ധി നഷ്ടപ്പെടും. മാതാപിതാക്കൾ തമ്മിലുള്ള വിശുദ്ധി നഷ്ടപ്പെട്ടാൽ സാമ്പത്തിക തകർച്ചയുണ്ടാകും. കാരണം ഒരു ബൈബിള് തൊട്ട് സത്യം പറഞ്ഞിട്ടാണ്, സത്യം ചെയ്തിട്ടാണ് നമ്മൾ ഈ വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിക്കുന്നത്. വെറുതെ ഒന്നല്ല. ജീവിക്കുന്ന ദൈവം എന്താണ്?
ഇതാ വചനം ദൈവമാണ്. യോഹന്നാൻ സുവിശേഷം 1:1 മുതൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവന് ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ദൈവമാണ്. വചനത്തിന്മേല് കരം വെച്ചിട്ട് പറയുകയാണ്, സത്യം ചെയ്തത് മുഴുവൻ, ആ വിവാഹ സത്യം ഉടമ്പടി ചെയ്തത് ബൈബിള് തൊട്ടിട്ടാണ്. അത് ലംഘിക്കരുത്. അത് ലംഘിക്കാൻ, വിവാഹ ഉടമ്പടി ലംഘിക്കാൻ നിന്റെ അടുത്തേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നീ അറിയണം, ഒരു ഹായ് അടിച്ചാൽ നീ അറിയണം, അഗ്നിമയന ഉഗ്രസർപ്പമാണ്. നിസ്സാര സംഭവമാണെന്ന് വിചാരിക്കരുത്. ഞാൻ പറഞ്ഞു വെറുതെയല്ല. അഗ്നിമയനായ ഉഗ്രസർപ്പം കൊമ്പും ധരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് വിചാരിക്കരുത്. അത് ഈ രൂപത്തിൽ വരിക, തിന്മ ചെയ്യാൻ, ദൈവകൽപ്പന ലംഘിക്കാനുള്ള രൂപത്തിൽ നിന്റെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് വെളിപാട് 12 പറയുന്ന അഗ്നിമയനായ ഉഗ്രസർപ്പമാണ്. അതിനെ വാളെടുത്ത് വെട്ടണം. ഏതാണ് വാള്? വചനമാകുന്ന വാള്. ഇതെൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും എന്ന് പറഞ്ഞിട്ട് നിന്റെ ഭർത്താവിനെ കുറിച്ചാണോ ഭാര്യയെ കുറിച്ചാണോ നിന്റെ ജീവിത പങ്കാളിയോട് 20 നന്മ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിൽ പിശാച് നിന്നിൽ താല്പര്യം വയ്ക്കും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഇങ്ങനെ കാണാം, കയനെ സാത്താൻ നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, അതിനെ നീ കീഴടക്കണം, ഇല്ലെങ്കിൽ അത് നിന്നെ കീഴടക്കും. എങ്ങനെയാ പിശാച് നമ്മുടെ വിവാഹ ഉടമ്പടിയിൽ താല്പര്യം വയ്ക്കുന്നതെന്ന്? കുറ്റം പറച്ചിൽ മിനിസ്ട്രി അങ്ങ് ആരംഭിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമാണ്, നമ്മൾ കുറ്റം പറയാൻ ആരംഭിക്കുമ്പോൾ പിശാചിന് മനസ്സിലാവും അവൾക്ക് നമ്മളോട് താല്പര്യമുണ്ട്. അപ്പോൾ പിശാച് പറയും, കണ്ടാ ശരിയാ, അപ്പുറത്തെ കണ്ടോ, വേറൊരു വ്യക്തിനെ കാണിച്ചു തരും, അത് കണ്ടോ, നല്ല വ്യക്തിയാണ്, ഇപ്പുറത്തെ വ്യക്തി കണ്ടോ, നല്ല വ്യക്തിയാണ്. അതോടെ കഴിഞ്ഞു. ആ കുടുംബത്തിൻ്റെയും മക്കളുടെയും പിന്നെ അനുഗ്രഹം കഴിഞ്ഞു. പിന്നെ കുറ്റം പറച്ചിലായി, പിന്നെ തല്ലുകൂടലായി, പിന്നെ ഡൈവോഴ്സായി, പിന്നെ സാമ്പത്തിക നഷ്ടം. പിന്നെ ഈ പിശാച് വെറുതെ പോവോ? ഹോസ്യ 5:4 തങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ പ്രവൃത്തികൾ അനുവദിക്കുന്നില്ല. വ്യഭിചാര ദുർബോധം അവിടെ വസിക്കുന്നു. എവിടെ? അങ്ങനെ വിവാഹ ഉടമ്പടി ലംഘിക്കപ്പെട്ട കുടുംബങ്ങളിൽ വസിക്കുന്നു. അത് പതുക്കഴഞ്ഞ് അടുത്ത തലമുറയിലേക്ക് പ്രവേശിക്കുക തന്നെ ചെയ്യും. ഇന്ന് നമ്മൾ ധ്യാനിച്ച വചനം എന്താണ്? ഭാര്യമാരെ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ സ്വന്തം ശരീരം എന്നതുപോലെ ഭാര്യമാരെ സ്നേഹിക്കണം. ഇത് രണ്ടും നിങ്ങൾ സൂക്ഷിക്കാമെങ്കിൽ, ഈ വിവാഹ ഉടമ്പടി നിങ്ങൾ സൂക്ഷിക്കാമെങ്കിൽ, നിങ്ങൾ ഏത് ഉടമ്പടിയിലേക്കാണോ നിങ്ങൾ പ്രവേശിച്ചത് അതിന് കളങ്കമില്ലാതെ സൂക്ഷിക്കാമെങ്കിൽ ബാക്കിയെല്ലാം കർത്താവ് നോക്കിയോളും. ഒരു നല്ല അപ്പനമ്മയുടെ മക്കളും നശിച്ചു പോകില്ല. ഒരു നല്ല അപ്പനമ്മയുടെ മക്കളും തിന്മയ്ക്ക് അടിമയാകില്ല. ഒരു നല്ല അപ്പനമ്മയുടെ മക്കളിലും ഒരു തിന്മ ആവസിക്കില്ല. അതാണ് യാക്കോബേ നിനക്ക് ആഭിചാരം ഏൽക്കില്ല, ഇസ്രായേലേ നിനക്ക് ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. എന്നാൽ മാതാപിതാക്കളിൽ പുഴുക്കുത്തു വന്ന മക്കളിൽ കാണാം. എത്ര ഇരട്ടി കാണാമെന്നറിയാമോ? നമ്മളിൽ 7% ഉൽപ്പത്തി 4:24 കാണാം, കായേൻ്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമക്കിൻ്റെത് അത് 77 ഇരട്ടിയാണ്. അത് മക്കളിൽ 77, നമ്മളിൽ 7 ഇരട്ടിയാണെങ്കിൽ മക്കളിൽ 77 ഇരട്ടിയായിട്ട് എല്ലാ ദുഷ്ടതയും തിന്മയും കലഹവും ഡൈവോഴ്സും എല്ലാം കാണാം. ഇങ്ങനെ ദൈവത്തിൻ്റെ മുന്നിൽ തെറ്റ് ചെയ്താൽ പിന്നെ നമ്മുടെ സാമ്പത്തിക മേഖലയിലെല്ലാം തകർച്ച വരും. വിശുദ്ധമായിരുന്നാൽ എല്ലാ മേഖലയിലും നമുക്ക് സംരക്ഷണം കിട്ടും. നമ്മുടെ സംരക്ഷണം അങ്ങ് വിട്ടുപോകും. അത്യുന്നത സംരക്ഷണത്തിൽ വസിക്കുന്നതിന് വന്ന് പ്രാർത്ഥിക്കണില്ലേ? എന്തിനാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? സംരക്ഷണം കിട്ടാനാണ്. എങ്ങനെയാണ് നമ്മുടെ സംരക്ഷണം നഷ്ടപ്പെടാനെന്ന് അറിയാമോ? സംരക്ഷണം നഷ്ടപ്പെടാനുള്ള വഴി തിന്മ ചെയ്തതാണ്. അതുകൊണ്ട് ഈ തിന്മയിലേക്ക് ദമ്പതികളെ വലിച്ചിഴക്കുക എന്നതാണ് ഏറ്റവും പിശാചിന് ഇഷ്ടമുള്ള കാര്യം. നമ്മൾ അറിയണം, പൈശാചികതയ്ക്ക് അടിമപ്പെടരുത്. ഭർത്താക്കന്മാർക്കെതിരെ ഭാര്യമാർ സംസാരിക്കരുത്. എഫെസോസ് 5:33 ഭാര്യയാവട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ഇത് ദൈവത്തിൻ്റെ നിയമമാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വലിയ സങ്കടങ്ങളും ഇടർച്ചകളൊക്കെ ഉണ്ടാകുന്നുണ്ടോ? ഒരു വ്യക്തി, ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ്, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വ്യക്തി ഒന്ന് ദൈവികമായിട്ട് ക്ഷമിച്ച് ശരിയാവും, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അത് കാഴ്ചവെക്കാമോ? നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. അതാണ് 1 കൊരിന്ത്യർ 7 കർത്താവ് പറയുന്നത്, അവിശ്വസ്തയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു, നിങ്ങളുടെ മക്കൾ വിശുദ്ധരാകും. നിങ്ങൾ നോക്കണം, ഒരു വ്യക്തി ജീവിത പങ്കാളി നല്ലൊരു വ്യക്തിയല്ല, ഒരു വലിയ വേദനയാണത്. വലിയ മദ്യപാനിയാണെന്നൊക്കെ പറഞ്ഞ് വലിയ വേദനയാണ്. അപ്പോൾ എന്ത് ചെയ്യാം? അതൊന്ന് കണ്ണടച്ച്
മുഖം മണ്ണിൽ പൂഴ്ത്തി നിശബ്ദമായി സഹിക്കാമോ? വിലാപം 3 പറയുന്ന പോലെ കർത്താവ് തൻ്റെ മുഖം നിന്റെ മേൽ വെക്കുമ്പോൾ നീ മുഖം മണ്ണിൽ പൂഴ്ത്തി നിശബ്ദമായി സഹിക്കാമോ? എന്ത് സംഭവിക്കും? കർത്താവ് പറയാണ്, ഒട്ടൻ അനുഗ്രഹമാണ്. 1 പത്രോസ് 2:19 നോക്കി, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ സഹിച്ചാൽ അനുഗ്രഹപ്രദമാകും. ഒട്ടനെ അനുഗ്രഹം വരും. പറയുന്നത് പോലെ മുഖം മണ്ണിൽ പൂഴ്ത്തി ആരോടും ഒന്നും പറയാതെ കുറ്റപ്പെടുത്താതെ സഹിക്കാമോ? നിന്റെ മക്കൾ അതിവിശുദ്ധരാവും, നിന്റെ കുടുംബം അതിവിശുദ്ധിയിലേക്ക് വരും, നിന്റെ സാമ്പത്തികം അതിശക്തമായ വളർച്ചയുണ്ടാവും, എല്ലാ മേഖലയിലും നിന്റെ കർത്താവിൻ്റെ ഒരു കരമുണ്ടാവും. അങ്ങനെയുണ്ട്. ഇന്ന് നമ്മൾ 2 കാര്യം ധ്യാനിച്ചത്. ഒന്ന്, ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം, ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്നേഹിക്കണം. ഇനി അൺകൗണ്ടബിൾ ആണ് നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ പാർട്ട്നേഴ്സിൻ്റെ അനുഗ്രഹങ്ങൾ. അത് നമ്മൾ ഓർത്ത് നന്ദി പറഞ്ഞാൽ പിന്നെ നമ്മൾ കുറ്റം പറയില്ല. അടുത്തത് നമ്മൾ ധ്യാനിച്ചത്, ഇനി ചിലപ്പോൾ നമ്മുടെ ജീവിതം വലിയൊരു വേദനയായിരിക്കും. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം, അത് അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ സഹിച്ചാൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങളുടെ ആ സഹനം മാത്രം മതി. നിങ്ങളുടെ ജീവിത പങ്കാളിയും നിങ്ങളുടെ മക്കളും എല്ലാവരും കൂടി വലിയ സന്തോഷത്തിലാകുന്നത് കണ്ടിട്ട് നിങ്ങൾ മരിക്കുള്ളൂ. ഉറപ്പാണ്. കാരണം അത് അത്രയും ബ്ലെസ്സിങ് ആണ്. അതാണ് 1 കൊറിന്തോസ് 7-ാം അധ്യായത്തിൽ പറയുന്നത്. അവിശ്വസ്തയായ ഭാര്യ ഭർത്താവ് മുഖേന, അവിശ്വസ്തയായ ഭർത്താവ് ഭാര്യ വിശുദ്ധീകരിക്കപ്പെടുന്നു, അവരുടെ മക്കൾ വിശുദ്ധരാകും. വിശുദ്ധരായ മക്കൾ നിങ്ങൾക്കുണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിച്ചത്. കുടുംബത്തിന് അനുഗ്രഹം വരാനുള്ള ഒരു സ്രോതസ്സാണ് സഹിക്കുന്ന ഒരു വ്യക്തി. യേശു ക്രിസ്തു ജീവനോടെ ഒരു കുടുംബത്തിലുള്ളതിൻ്റെ മാതൃകയായിട്ട് നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റും. കുറച്ച് നാൾ നിങ്ങൾ അങ്ങനെ സഹിച്ച് നിശബ്ദമായിട്ട് സഹിച്ച് ആ കുടുംബത്തിന് വേണ്ടി സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥനയിലും വിശുദ്ധിയിലായിരിക്കുമ്പോൾ ആ പിശാച് തോറ്റ് തുന്നം പാടിപ്പോവും. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? നമ്മൾ ചെറുപ്പത്തിലെ ഒരു സ്റ്റോറി വായിച്ചിട്ടില്ലേ? 2 ആടുകളെ തമ്മിൽ ഇടിപ്പിച്ചിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് രക്തം കുടിക്കുന്ന ചെന്നായ നിങ്ങളുടെ കുടുംബത്ത് വരും. ആ മക്കളെ വേഗം അന്നിച്ച് ഡൈവോഴ്സ് ചെയ്തോ, പറയരുത് ഒരിക്കലും. ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. വിവാഹ ഉടമ്പടി ലംഘിക്കുന്ന ഒരവസ്ഥയിലേക്ക് വിട്ടുപോകും. പിന്നെ അങ്ങ് തകർന്നുപോയി. പിന്നെ മക്കളുടെ ജീവിതവും സാമ്പത്തിക മേഖല എല്ലാം തരിപ്പണാവും. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഓരോ വചനത്തിന് ശേഷവും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ഓരോ വചനത്തിന് ശേഷവും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് കൊണ്ടാണ്, പിശാചുക്കൾ വിട്ടുപോകുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് രോഗശാന്തികളൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ വചനത്തിലൂടെ പൈശാചിക പീഡകൾ വചനത്തിൻ്റെ അനന്തശക്തിയാലാണ് സംഭവിക്കുക, ഒരു വ്യക്തിയുടെ കഴിവിലല്ല. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ ഇറങ്ങി വരണേ എന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് ഈ വചനം ലോകം മുഴുവൻ എത്തണം. കാരണം സകല ദമ്പതികളെ നശിപ്പിക്കുന്ന പൈശാചിക പീഡ നമ്മൾ തിരിച്ചറിയണം. കർത്താവിനോട് ഒരു നിമിഷം കൈകളൊന്ന് വിരിച്ചു പിടിച്ച് എഴുന്നേറ്റ് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ ഒന്ന് വരണേ. കാരണം നമ്മുടെ ശക്തി കൊണ്ട് ഈ പറയുന്നതൊന്നും നമുക്ക് പറ്റുന്ന കാര്യമല്ല. കാരണം പിശാച് യുദ്ധം ചെയ്യാൻ നമുക്കെതിരെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ വിളിക്കാം. പരിശുദ്ധാത്മാവ് എഴുന്നേറ്റ് വരണേ. നിങ്ങൾക്ക് രോഗശാന്തികൾ സംഭവിക്കും. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ രോഗങ്ങളോടത്ത് കരം വെച്ച് പ്രാർത്ഥിക്കുക, രോഗങ്ങൾ സുഖപ്പെടും. നിങ്ങൾ നടത്തുന്ന ഒരു പ്രാർത്ഥനയിൽ നടക്കുന്ന അത്ഭുതങ്ങളും സാക്ഷ്യങ്ങളാണ് നമ്മൾ ഈ വചനത്തിൻ്റെ മുന്നേ ഇടുന്നത്. ഈ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് കാണാം. ഞങ്ങൾ നടത്തുന്ന പ്രാർത്ഥനയുടെ സൂം പ്രാർത്ഥനയുടെ നിങ്ങൾക്കതിനകത്ത് ജോയിൻ ചെയ്യാം. 2 മണിക്ക് എഴുന്നേറ്റെടുക്കാം. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ വെറുതെ കേൾക്കരുത്. ഒന്ന് കണ്ണടച്ച് ശാന്തമായിരുന്ന് കേൾക്കുക. എന്നിട്ട് കരം വെച്ച് പ്രാർത്ഥിക്കുക. രോഗങ്ങൾ സുഖപ്പെടും, വലിയ അത്ഭുതങ്ങൾ നടക്കും. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.